ആലപ്പുഴ കായംകുളത്ത് പാമ്പുകടിയേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവെന്ന ആരോപണവുമായി ബന്ധുക്കൾ ആന്റിവെനം നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് ആരോപണം. സെലീനയെ കടിച്ചത് പാമ്പ് തന്നെയെന്ന് ഉറപ്പില്ലാത്തതിനാലാണ് ആന്റിവെനം നൽകാതിരുന്നതെന്നാണ് കായംകുളം താലൂക്ക് ആശുപത്രിയുടെ വിശദീകരണം. പാമ്പുകടിയേറ്റതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇന്നലെ രാത്രി 7:30-ക്കാണ് ബന്ധുവീടിന് സമീപത്ത് വെച്ച് 42-കാരിയായ സെലീനയ്ക്ക് പാമ്പ് കടിയേറ്റത്. ഉടൻ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കടിച്ചത് പാമ്പ് തന്നെയെന്ന് സ്ഥിരീകരിക്കാൻ കഴിയാഞ്ഞതോടെ ആന്റിവെനവും നൽകാനായില്ല. പാമ്പ് കടിച്ചതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ ഇല്ലായിരുന്നെന്നും ചികിത്സയിൽ പിഴവില്ലെന്നും ആശുപത്രി ആർഎംഒ ഡോക്ടർ ശ്രീപ്രസാദ്. പ്രോപ്പറായിട്ടൊരു ഹിസ്റ്ററി, അതായത് പാമ്പ് കടിച്ചു എന്നുള്ള രീതിക്കനുസരിച്ച് വ്യക്തമായ ഒരു ഹിസ്റ്ററി ഉണ്ടായിട്ടില്ല. രണ്ടാമത് എൻവനമേഷൻ്റെ, അതായത് ഈ പാമ്പിൻ്റെ വിഷബാധ ഏറ്റിട്ടുള്ള രോഗലക്ഷണങ്ങൾ രോഗിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ASV നൽകാനായിട്ട് സാധിക്കത്തില്ല. ആശുപത്രിക്കെതിരെ ആരോപണം ഉയർത്തുകയാണ് സെലീനയുടെ ബന്ധുക്കൾ. ഒരു ടെസ്റ്റ് ചെയ്ത് എന്തോ കടിച്ചെന്ന് അറിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാവുന്ന ഹോസ്പിറ്റലുകാർ പറഞ്ഞത്. അങ്ങനെ ആ സമയശാലം താമസിച്ചു. അപ്പോഴത്തേനും ഒരു ബാത്റൂമിൽ മൂത്രമൊഴിക്കാൻ പോയ ആൾ ബാത്റൂമിൽ വീണ് 10 മിനിറ്റ് കിടന്നു. എടുത്ത് പുറത്ത് കൊണ്ടുവരാൻ വയ്യാത്തൊരു ഇടുങ്ങിയ ബാത്റൂമായിരുന്നു എല്ലാവരും കൂടെ. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ ആ ബാത്റൂം. അവിടുന്ന് പുറത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞ് മരിച്ചുപോയ ആള്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സെലീനയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. താലൂക്ക് ആശുപത്രിയുടെ വാദങ്ങൾ തള്ളുന്നതാണ് പ്രാഥമിക റിപ്പോർട്ട്. പാമ്പ് കടിച്ചതിന്റെ അടയാളങ്ങൾ ശരീരത്തിലുണ്ടായിരുന്നതായാണ് കണ്ടെത്തൽ. വലതു കണങ്കാലിൽ കടിയേറ്റ പാടുകളുമുണ്ട്. ശരീരഭാഗങ്ങളിൽ കടും നീലനിറവും കണ്ടെത്തി. മരണകാരണം വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകും. സെലീനയ്ക്ക് പാമ്പ് കടിയേറ്റ പ്രദേശം നാട്ടുകാർ ചേർന്ന് വൃത്തിയാക്കി. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.